ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ തന്നെ സിനിമാ മേഖലയിൽ സജീവമായി ഉണ്ട് നടി ഷീല. മലയാളികൾ എന്നും വളരെ ബഹുമാന്യമായ സ്ഥാനമാണ് ഷീലയ്ക്ക് നൽകുന്നത്. ഒരു സമയത്ത് സിനിമാ രംഗത്ത് നിന്നും നടി പൂർണ്ണമായി വിട്ടുനിന്നു. പിന്നീട് മനസ്സിനക്കരെ അകലെ എന്നീ സിനിമകളിലൂടെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു നടി തിരിച്ചു വന്നത്. ഇന്ന് അഭിനയ രംഗത്ത് വളരെ സജീവമല്ല എങ്കിലും ഇടയ്ക്കിടെ ചില ചിത്രങ്ങളിൽ പ്രതീക്ഷപ്പെടാറുണ്ട്. ഇപ്പോഴത്തെ ആ സിനിമ വിട്ടു പോകണമെന്ന് തോന്നിയ അനുഭവം വെളിപ്പെടുത്തി നടി ഷീല ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. മാത്രമല്ല മറ്റു താരങ്ങളും ദിലീപും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഷീല പറയുന്നുണ്ട്. മിസ്റ്റർ മരുവാൻ എന്ന ചിത്രത്തിൽ ഷീലയും ദിലീപും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ കോമ്പിനേഷൻ രംഗങ്ങൾ വളരെ ഹാസ്യം നിറഞ്ഞതും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് അവതാരക ചോദിച്ചത്. ഞാൻ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, പൃഥ്വിരാജ് എന്നിവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെയധികം വിനയമുള്ള താരങ്ങളാണ്. വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കും. ഓടി വന്ന് ഷീലാമയെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചത് വലിയ സന്തോഷം എന്നൊക്കെ പറയും. പക്ഷെ മിസ്റ്റർ മരുമകനെ അഭിനയിച്ചപ്പോൾ ദിലീപ് ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് പോയി, ഞാനാണ് ഷീല എന്ന് പറഞ്ഞപ്പോൾ ഓ അറിയാം ഷീലാമ എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പോയി, അത്രേ ചെയ്തുള്ളൂ. ജയറാം എനിക്ക് മകനെ പോലെയാണ്, ഇതുപോലെയാണ് പെരുമാറുക. ഒരു സിനിമയിലും എന്നെ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിച്ചിട്ടില്ല. എൻ്റെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടണം, വസ്ത്രം ഞാൻ തിരഞ്ഞെടുക്കും, എല്ലാം എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതമാണ്. സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തോന്നിയ ഒരു രംഗം ഉണ്ടായിരുന്നു. അതിഥി എന്ന സിനിമയിൽ എൻ്റെ ഭർത്താവായ കഥാപാത്രത്തിൻ്റെ കാലിൽ വീണ് കരയണം. അയാളുടെ കാല് കുടിച്ച് എന്തോ പുണ്ണായി പുഴുത്തു കിടക്കുകയായിരുന്നു. മണക്കുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ ആ സീൻ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. കാല് പിടിച്ച് കരഞ്ഞു. ഇതോടെ സിനിമ വിട്ടു പോകണേ ദൈവമേ എന്ന് അപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, താരം പറഞ്ഞു. നസീറിൻ്റെ അടൂർ ഭാസിയുടെയും എല്ലാ സ്വഭാവത്തെക്കുറിച്ചും ഷീല പങ്കുവച്ചു. നസീർ സാറിനൊപ്പം ഞങ്ങൾ ഒരുമിച്ച് എത്രയോ വർഷം അഭിനയിച്ചു. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സമയം ചെലവഴിച്ച് കാണും. വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം. ദാനധർമ്മം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആരും വന്ന് സഹായം ചോദിച്ചതിന് സഹായം ചെയ്തു കൊടുക്കും. ആ സഹായത്തെക്കുറിച്ചൊന്നും നമ്മൾ അറിയില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹം കൃത്യസമയത്തെത്തും. എത്ര വൈകിയാലും നിർമ്മാതാക്കളോടോ സംവിധായകരോടോ മുഖം കറുപ്പിച്ചൊന്നും പറയില്ല. ഇന്നത്തെ പോലെ കാരവനൊന്നുമല്ല, വെയിലത്ത് മണിക്കൂറുകളോളം ഇരിക്കും, എന്നാലും പരാതി പറയില്ല. നസീർ സാറിൻ്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്നത് അദ്ദേഹം ആരോടും ദേഷ്യപ്പെടില്ല, എല്ലാവരോടും നന്നായി പെരുമാറും എന്നൊക്കെയാണ്. അനിഷ്ടത്തോടെ ഒരാളോട് പോലും സംസാരിച്ചിട്ടില്ല. അടൂർ ഭാസി എല്ലാവരെയും കളിയാക്കും, പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിക്കും. വിജയശ്രീയോടൊക്കെ തുടയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മാതാക്കൾ ഇടിപ്പിക്കും. ഇതിൻ്റെ പേരിലൊക്കെ അദ്ദേഹം പരിഹസിക്കും. നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെ വേദനിപ്പിക്കാൻ എന്നെയൊന്നും കളിയാക്കാൻ ഒക്കത്തില്ല, താരം പറഞ്ഞു. മനസ്സിനേക്കരെ കഴിഞ്ഞപ്പോൾ നയൻതാര ഇടയ്ക്ക് വീട്ടിലേക്ക് വരികയും എന്നെ ഫോൺ വിളിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവരിപ്പോൾ തിരക്കൊക്കെ ആയല്ലോ. ഇപ്പോൾ നയൻതാരയ്ക്ക് കുട്ടികളുമായി അതിൻ്റെ തിരക്കൊക്കെ ആയി പോകുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളുമായും പോകുന്നു. എന്നെ വിവാഹമൊക്കെ വിളിച്ചിരുന്നു, അവർ പങ്കുവച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇതിൽ ശ്രീരാമ പറയുന്നത് ദിലീപ് വലിയ മൈൻഡൊന്നും ചെയ്തില്ല, വലിയ ബഹുമാനമൊന്നും കാണിച്ചില്ല. സാധാരണ ജയറാമോ മോഹൻലാലോ ഇവരൊക്കെ കാണുമ്പോൾ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ദിലീപ് അങ്ങനെയൊന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ